പാലക്കാട് ജില്ലയിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞെന്ന കണക്കുകൂട്ടലിലാണ് LDFും UDFും. വിജയിക്കാനായില്ലെങ്കിലും BJP അവഗണിക്കാനാകാത്ത ശക്തിയായി. ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളിലും മാറിയെന്ന് ഇരുമുന്നണി നേതൃത്വവും പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. ഇടതിന്റെ ശക്തിദുർഗമായ പാലക്കാടൻ കോട്ടകളിൽ കടന്നുകയറ്റം നടത്താമെന്ന UDFും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടവ ഉൾപ്പെടെ പിടിച്ചെടുത്ത് വൻ മുന്നേറ്റം നടത്താമെന്ന LDFും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന ജില്ലയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഒന്നിനും വലിയ വ്യക്തതയില്ല. മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന പ്രവചനം ഇപ്പോഴും അസാധ്യമാണ്. ജില്ലയിൽ പാലക്കാട്, തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, നെന്മാറ മണ്ഡലങ്ങളിൽ തീപ്പാറും പോരാട്ടം തന്നെയാണ് നടന്നതെന്നാണ് പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം ഇരുമുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. LDFിന്റെ സിറ്റിംഗ് സീറ്റുകളായ ഷൊർണൂരും ഒറ്റപ്പാലത്തും നെന്മാറയിലും കടുത്ത വെല്ലുവിളി ഉയർത്താനായിട്ടുണ്ടെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇത് വോട്ടായി മാറിയോ എന്ന ചോദ്യത്തിന് അവർക്കും വ്യക്തമായ ഉത്തരമില്ല. UDFിന്റെ സിറ്റിംഗ് സീറ്റുകളായ പാലക്കാടും തൃത്താലയും മണ്ണാർക്കാടും തങ്ങൾക്ക് നല്ല മേൽക്കൈ നേടാനായെന്നാണ് ഇടതിന്റെ ഒടുവിലത്തെ വിലയിരുത്തൽ. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP പിടിക്കുന്ന വോട്ടുകൾ ഫലത്തെ നിർണ്ണയിക്കുമെന്ന ഇരുമുന്നണികളും പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. മലമ്പുഴയിലും ഷൊർണൂരും പാലക്കാടും തങ്ങളാണ് പ്രധാന എതിരാളികളെന്ന് വരുത്തി തീർക്കാൻ ഒരു പരിധിവരെ NDA സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനവിധി തങ്ങൾക്കനുകൂലമാണെന്ന് ഇരുമുന്നണികളും അവകാശപ്പെടുമ്പോഴും പാലക്കാട് പിടിതരുന്നേയില്ല. അവകാശവാദങ്ങൾക്കപ്പുറം ഫലമറിയാൻ മെയ് 19 വരെ കാത്തിരിക്കാം. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.